തന്നെയാണ് ഏറ്റവും ഒടുവിലത്തെ കണക്കുകൾ. പോളിംഗ് ശതമാനം പുറത്തേക്ക് വരുമ്പോൾ 12-32-34.49 എന്ന ശതമാനത്തിലേക്ക് പോളിംഗ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ പോളിംഗ് ശതമാനം എത്തിയിരിക്കുകയാണ്. 67,160 ആളുകൾ വോട്ട് ചെയ്തിരിക്കുന്നു. 12:30 ഏറ്റവും ഒടുവിലെ അപ്ഡേറ്റ് 12:30 വരുമ്പോഴുള്ള പോളിംഗ് കണക്കാണ് നമുക്ക് പുതുതായി പ്രേക്ഷകരെ അറിയിക്കാനുള്ളത്. ശരി, ഇനി നമുക്ക് രാഗിനിലേക്ക് പോകാം. രാഗിൻ ഏത് ബൂത്തിലാണുള്ളത്? അവിടെ വലിയ ആൾത്തിരക്കുണ്ടോ? നല്ല തിരക്കുണ്ട്. ഉച്ചസമയമാണ്. നല്ല തിരക്ക് നമുക്ക് കാണാം. നീണ്ട നിരയാണ് വോട്ടർമാരുടെ. ഇത് വടക്കന്തറ NUPS സ്കൂളിലെ ബൂത്തുകളാണ്. ഇവിടെ 4-5ഓളം ബൂത്തുകളുണ്ട്. വലിയ തിരക്ക് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ഉച്ചയാകുമ്പോൾ 35% പോളിംഗ്. ഒരുപാട് നേരമായോ നിൽക്കുന്നു? ഒരുപാട് നേരമായി. എത്രാമത്തെ വോട്ടാണ്? ഓർമ്മയില്ല. രാവിലെ മുതൽ തിരക്കുണ്ട് ഈ ബൂത്തുകളിൽ. ഒരു 14 മണിക്ക് നിൽക്കാൻ തുടങ്ങി. 14 മണി ഇപ്പം മണി 12 മണി 1 മണി 2 സമയമായി. എങ്ങനെയാണ് ഇപ്രാവശ്യം കഴിഞ്ഞ തവണത്തേക്ക് പോലെ തിരക്ക് കാണുന്നുണ്ടോ? കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ തിരക്കുണ്ട്, പക്ഷേ സ്ലോ ആയിട്ടാണ് നടക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ ക്യൂ കൂടുതലായിട്ട്. ഫുൾ ടൈം ഇതുവരെ കാലത്ത് മുതൽ ക്യൂ ഒഴിഞ്ഞിട്ടേ ഇല്ല. വോട്ട് ചെയ്തിട്ട് വേറെ അടുത്ത പരിപാടികളുണ്ട്? ഇല്ല. വോട്ടിംഗ് മെഷീൻ വളരെ സ്ലോ ആണ്. അതിപ്പോൾ മാത്രമല്ല, കഴിഞ്ഞ വർഷങ്ങളിലും ഇതേപോലെ തന്നെയാണ്. ഇവിടേക്ക് അലോട്ട് ചെയ്യുന്ന മെഷീൻ ഏത് രീതിയിലാണെന്ന് അറിയില്ല. അതുകൊണ്ടുള്ള ഒരു പ്രശ്നമുണ്ട്. വളരെയധികം മറ്റേ 63-ലും 62-ലൊക്കെ ഇതുമായിട്ട് നോക്കുന്ന സമയത്ത് കുറവാണ്. ഇവിടെ വളരെയധികം ആളുകൾ ഇപ്പോൾ ക്യൂ നിൽക്കുകയാണ്. വോട്ടർമാരെ ഇത്രയും കൂടുതൽ സമയം ക്യൂ നിൽക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിനുള്ള സംവിധാനങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം. നേരം അത്തരം ചില അഭിപ്രായങ്ങൾ കൂടി പങ്കുവയ്ക്കുന്നുണ്ട്. സ്ത്രീ വോട്ടർമാർ ഉൾപ്പെടെ ഇവിടെ നിൽക്കുന്ന ഒരു കാഴ്ച കാണാൻ കഴിയും. ഇപ്പോൾ ഈ സമയമാകുമ്പോൾ 35% പോളിംഗ് എത്തുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ 1,94,706 വോട്ടർമാരാണ് ആകെയുള്ളത്. എത്ര പേർ വോട്ട് ചെയ്യും? ഈ വോട്ടിംഗ് പേഴ്സൻറ്റേജ് ഒക്കെ നിർണായകമായ പോരാട്ടം നടക്കുന്ന ഇടങ്ങളിൽ വളരെ സുപ്രധാനമാണ്. ഒരുപാട് നേരമായോ കാത്തു നിൽക്കുന്നു? ഒരു മണിക്കൂറായി. നീണ്ട നിരയാണല്ലോ. അപ്പുറത്തെ ബൂത്തുകളിലും ഒക്കെ തന്നെയുണ്ട്. ഗേറ്റ് വരുന്നുണ്ടായിരുന്നു. എത്ര നേരമായി? ഇല്ല, അത് കാരണം കുഴപ്പമില്ല, ഹാപ്പിയാണ്. ഒരുപാട് നേരമായി? അരമണിക്കൂറായി. എങ്ങനെയാണ് ഇനി ഇത് കഴിഞ്ഞിട്ട് വേറെ ജോലിയുണ്ടോ അതോ? ഇല്ല, വീട്ടിൽ തന്നെയാണ്. ഭക്ഷണമൊക്കെ ആക്കിയിട്ട് വന്നു. സാധാരണ ഈ സമയത്താണോ വരാറ്? ഈ സമയത്ത് ഇത്രയും തിരക്കുണ്ടാവാറുണ്ടോ? രാവിലെ എന്തായാലും ഒരു ഉച്ചവരെ ഉണ്ടാവും. പിന്നെ വൈകിട്ടായിരിക്കും അധികം തിരക്ക്. ഉച്ച സമയത്ത് അതിനുശേഷം ഒരു 12 മണി 1 മണിക്ക് ശേഷം അങ്ങനെ കുറവായിരിക്കും അല്ലേ? കുറവായിരിക്കും. ഒക്കെ ഭക്ഷണം കഴിക്കുന്ന ടൈമല്ലേ. ഒരുപാട് നേരമായി നിൽക്കുന്നു. ഒരുപാട് നേരം, അരമണിക്കൂർ കൂടുതലേ. ഒരുപാട് നേരമായി. രാഗിന് ഈ വിവരങ്ങൾ നൽകിയത്. അത് രാഗിനുള്ളത് വടക്കുംതറയിലെ പോളിംഗ് ബൂത്തിലാണ്.